പിന്നെ ആഹാരത്തിന് വേണ്ടി നമുക്കൊരു വാൾപ്പയറ്റ് നടത്തി നോക്കിയാലോ. ഇത് സ്വിറ്റ്സർലാൻഡിലെ സൂറിക് സിറ്റിയാണ്, ഓൾഡ് ടൗൺ. അപ്പോൾ നമ്മൾ അവിടുത്തെ തനതായ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പേരോടൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ആ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാനുള്ള നടപ്പിലാണ്. അപ്പോൾ ഗൂഗിൾ നമ്മളെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താ പറയുക, മനസ്സ് കൈവിടാതെ നമ്മൾ ഓരോ തെരുവിക്കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാം വേറെ കുറേയേറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ സഞ്ചാരികളെ കാത്ത് അവരെല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്, വൈനും ഹോട്ടും എല്ലാം വെച്ചിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു സ്വിസ് സുന്ദരിയെ കണ്ടു. അപ്പോൾ പുള്ളിക്കാരത്തി അടുത്ത് നമ്മൾ ആ റെസ്റ്റോറൻറ്റിനെ പറ്റി ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി വേറൊരു പേരൊക്കെയാണ് പറഞ്ഞു തന്നത്. അപ്പം നമ്മൾ ഈ പോകുന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേര് സ്യൂഗസ് കെല്ലർ എന്നാണ്. 14th സെഞ്ച്വറിയിൽ വെപ്പൺസ് ആൻഡ് അമ്യൂണേഷനൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് അവരിപ്പോൾ റെസ്റ്റോറൻ്റാക്കി മാറ്റിയിരിക്കുന്നത്. ഒടുവിൽ നമ്മളവിടെ ചെന്നു. അവിടെ ഓൾഡ് വെപ്പൺസൊക്കെ ഇപ്പോഴും അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്ത് കയറി. അപ്പോൾ അകത്ത് കയറിയപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. വെളിയിലും കുറച്ച് ചെയർസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയാണ് ഇരിക്കാൻ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് മെനു കാർഡൊക്കെ വന്നു. പ്രത്യേകിച്ച് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ വെയിറ്ററിൻ്റെ സഹായം തേടി. അപ്പോൾ ഒരു സൂപ്പ് സജസ്റ്റ് ചെയ്തു, ആസ്പെറാഗസ്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു വിത്ത് ക്രീം. അതിനുശേഷം അവരുടെ പരമ്പരാഗതമായ മേയേഴ്സ് സോഡ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ വാളിലാണ് ഇത് വരുന്നത്. സ്റ്റേക്കാണ് കൊണ്ടുവന്നത്. വളരെ ടെൻഡറായിട്ടുള്ള കാഫാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ മീറ്റ് കൊണ്ടുണ്ടാക്കിയ സ്റ്റേക്കാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. നല്ല ചൂടോടെ കൊണ്ടുവന്നിട്ട് പുള്ളി ഇങ്ങനെ മുറിച്ച് തന്നു. പക്ഷേ അതൊക്കെ ഒരു നല്ല അനുഭവമായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഈ വാൾ കൈമാറൽ ചടങ്ങ് അവിടെ നടക്കുന്നത്. അപ്പോൾ പുള്ളി അത് നമുക്കൊക്കെ തന്നു. ഭയങ്കര രസമായിരുന്നു. അഹനയ്ക്ക് കുറച്ച് ചിക്കനും കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസും നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്തിരുന്നു. പിന്നീട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, നല്ല ഫ്രഷ് സാലഡ്, ഹാഷ് ബ്രൗൺ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വ്ളോഗ് കണ്ട ഈ ചെറിയ ഷോർട്സ് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം വേറൊരു റീൽസുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.